എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലോട്ട് വരാം. അപ്പം ഞാൻ ഇന്ന് ഈന്തപ്പഴവും നാരങ്ങയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വേണ്ട ഒരു 2, 4, 6, 8, 10 നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കിലോ ഇത് ഈ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുരുവകത്തെ കളഞ്ഞ് രണ്ടായിട്ട് കീറി ഇങ്ങനെ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടി മുളക് പൊടി, പിന്നെ ഇതുണ്ട് ഈ 2 വെളുത്തുള്ളി, ഇതെല്ലാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടിയുടെ പേര് എപ്പോഴും പറയും. മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, ഇച്ചിരി കായും, പിന്നെ ഇച്ചിരി കുറച്ച് വിനാഗറും, അത്രയും സാധനം മതി. അപ്പം നമുക്ക് ഇന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിൻ്റെ കൂടെ ഞാനൊരു ശകലം പഞ്ചസാരയും കൂട്ടിടും. അപ്പം നമുക്കിന്ന് ഇതിൻ്റെ വീഡിയോയിലോട്ടൊന്ന് പോവാം. നമുക്കപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂട്, എനിക്ക് നിൽക്കാൻ ഈ അടുക്കളയ്ക്കകത്ത് ഭയങ്കര ചൂട്. പിന്നെ ഞാനിതൊന്ന് കാണിക്കാറ്. അപ്പം നമുക്ക് ഇത് നമുക്ക് 4ആയിട്ടൊന്ന് ഇങ്ങനെ പിച്ചാത്തി ശരിക്കും എൻ്റെ മുറിയുന്നില്ല. അതിൽ ഞാൻ രണ്ടായിട്ടെല്ലാം മുറിച്ച് വെക്കും. പിച്ചാത്തിയൊക്കെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, എന്നാലും മൂർച്ച കുറവ്. ഇനി ഇതിവിടെ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തി രാഗിക്കാനിരിക്കുന്നവരെ കൊണ്ടൊന്നും രാഗണം. അപ്പോൾ അത് കാരണം പിച്ചാത്തി ഞാൻ എത്ര പിച്ചാത്തി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേനോ ഒന്നും അങ്ങോട്ട് മുറിയുന്നില്ല. കുറച്ചെടുത്ത് കഴിയുമ്പോൾ പിച്ചാത്തി എല്ലാം കൊള്ളരുതാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നാട്ടിലിപ്പം വെയിലാന്ന് പറയുന്നത്, മഴയൊക്കെ മാറി ഭയങ്കര ചൂടാന്ന് പറയും. അതിൻ്റെ കൂടെ ഇനിയും തൊട്ട് കരണ്ട് കട്ടും ഉണ്ടെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാരങ്ങയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഞാനിന്ന് കൈയൊന്ന് കഴുകി. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി എടുത്ത് ഒന്ന് അടുപ്പയിലോട്ട് വെക്കാം. നമ്മുടെ ചീനിച്ചട്ടി ഞാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അലൂമിനിയം ചീനിച്ചട്ടി ഓരോരുത്തരോടെയും ചെയ്യരുതെന്ന്, പക്ഷെ നമുക്കിപ്പം എനിക്ക് ഇരുമ്പിൻ്റെ ഉണ്ട്. ഇനി എടുത്തെല്ലാം വൃത്തിയാക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ എളുപ്പം മാറ്റും ഇതിൽ നിന്ന്. അപ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഞാൻ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ഇത്രയും നല്ലെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്, തീർന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ നോക്കാം. കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചാൽ നല്ലെണ്ണയിലുണ്ടാക്കാം. ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതായിരുന്നു ഫിവർ എള്ളെണ്ണയുടെ. അത് നേരത്തെ ഞാൻ നല്ല മണമോ ഇതിന്, എള്ളിൻ്റെ നല്ല വാസന. ഇപ്പം നമ്മുടെ ആ എണ്ണയൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവായിട്ട് നമുക്ക് കടുക് വറക്കാം. ഉലുവായും കടുവും കൂടെ ചേർക്കാം. അപ്പം ഞാൻ ഉലുവ ഒന്ന് നോക്കിയെടുക്കട്ടെ. അപ്പം എണ്ണ മൂത്തപ്പം നല്ല വാസന വരുന്നുണ്ട് ഈ എള്ളിൻ്റെ. അപ്പം നമുക്ക് ആദ്യം കുറച്ച് കടുകിടാം. ഉലുവ ഞാനിങ്ങോട്ട് എടുത്തായിരുന്നു അതിന് വേണ്ടി കുറച്ച് തീയൊന്ന് കുറച്ച് വെക്കാൻ കുറച്ച് ഇത്രയും ഉലുവായിടും. പിന്നെ നമുക്ക് വേണ്ടിയത് നമുക്ക് കുറച്ച് കായം ഞാൻ ഇതുണ്ട്, കട്ടക്കായ ഇട്ടുകൊണ്ട് പൊടിയുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കട്ടക്കായ ഇങ്ങോട്ട് ഇതുപോലത്തെ ഒരെണ്ണം എടുത്തിട്ട് തല്ലി നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പം ഈ കായം ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇതിനകത്തോട്ട് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അച്ചാറല്ലേ, അച്ചാറിന് ഇച്ചിരി ഏറെ കായം വേണം. അപ്പം നമുക്ക് ഒരു ശകലം കായവും കൂടി ഇടാം. അപ്പം ഞാൻ ഇച്ചിരി ഏറെ കായം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ ഈ നാരങ്ങ. നമുക്ക് ഇതിനകത്ത് ആദ്യം നമുക്ക് ആ വെളുത്തുള്ളി, ഞാൻ ഒത്തിരി ഉള്ളതുകൊണ്ട് അധികം പൊളിക്കാൻ പറ്റില്ല, ഭയങ്കര പാടുള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇത് വെള്ളമുള്ളതുകൊണ്ടാണ് പൊട്ടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കായം ഇതിനകത്ത് ഒത്തിരി വലുതായിട്ടുണ്ട്, കായം കിടന്ന് നല്ലതായിട്ട്. അപ്പം നമ്മുടെ ഈ നാരങ്ങ നമ്മൾ ഇങ്ങനെ വേവിച്ചല്ല, ആവി കയറ്റിയ.
ഇതിനകത്ത് ഇഞ്ചി ഉണ്ട്, ഇഞ്ചിയും കൂടെ ഇവിടെ ഇഞ്ചി ഞാൻ ഇടുന്നില്ലെന്ന് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി കടിച്ചാൽ ഇവിടെ അങ്ങ് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇടാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ഈന്തപ്പഴം ഇട്ടില്ലേ, ഈ ഈന്തപ്പഴം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഈ ഈന്തപ്പഴവും കൂടെ നമുക്ക് ഒന്ന് മെൽറ്റാകും. നല്ലതാണ് ഈ അച്ചാർ, ബിരിയാണിക്കൊക്കെ ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ ഈന്തപ്പഴ അച്ചാറെല്ലാം നല്ലോണം കലങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കായം ഇട്ടത് ഇതിനകത്ത് നമുക്ക് കോരി വെക്കുമ്പോൾ ആ കായം അതിനകത്ത് കിടന്ന് നല്ല ടേസ്റ്റായി. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾ ഇച്ചിരി ശകലേറെ ഇട്ടിട്ടുണ്ട്. മഞ്ഞളിട്ട് നമ്മളിതിന് ഉപ്പിട്ടില്ല, ഇനി ഉപ്പിടണം. നമ്മൾ മഞ്ഞളിട്ട് വെച്ചു, ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിച്ചിരി മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് ഞാൻ 2 സ്പൂണ് ഉപ്പ് ചെറുതായിട്ട് തന്നെ ഇതിന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്. അപ്പം നമ്മുടെ നാരങ്ങയെല്ലാം ഇതുമെല്ലാം കൂടെ കിടന്നൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി അങ്ങോട്ട് ചേർക്കും. അപ്പം ഞാൻ ഇച്ചിരി ഏറെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് പിരിയമുളകിൻ്റെ വലിയ എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഒത്തിരി മുളകാണ്, പക്ഷെ അത്രയൊന്നുമില്ല. ഞാൻ കുറച്ച് മുളകെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ചേർക്കണം. അപ്പം ഞാൻ ഈ എള്ളെണ്ണ കൊണ്ട് തന്നെ ഇതാവുന്നില്ല, ഇച്ചിരി റിഫൈൻഡ് ഓയിലൂടെ ഒഴിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒരു കുറച്ച് റിഫൈൻഡ് ഓയിലൂടെ, എണ്ണ വേണമല്ലോ, അച്ചാറിന് എണ്ണ ഇല്ലാതെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ റിഫൈൻഡ് ഓയിലൂടെ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് മിക്സ് ആവട്ടെ. ഈ എണ്ണ ഞാൻ ഒഴിച്ചതെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചാൽ കേടാവാതെ വിനാഗിരി ഒഴിക്കുന്നുണ്ട്, എങ്കിലും നമുക്ക് എണ്ണ ഒഴിച്ചാൽ ഒരു ടേസ്റ്റ്. അപ്പം നമുക്കൊന്ന് നോക്കാം. നല്ല മധുരമുണ്ട്, എന്നാലും നമുക്കൊരു ശകല പഞ്ചസാര ചേർക്കാം. അതൊത്തിരി ഒന്നും വേണ്ട കേട്ടോ, വേണ്ട. ഈ മധുരവും പുളിയും ഒന്ന് ബാലൻസ് നിൽക്കാൻ വേണ്ടി നമ്മളൊരു ശകലം. അപ്പോൾ ഇത് ഇന്നൊന്നും കൂട്ടല്ലും, കുറച്ചൊരു 3-4 ദിവസം കഴിഞ്ഞ് നമുക്കിത് എടുക്കാം, എന്നാലേ ഇതിനൊരു ടേസ്റ്റ് വരുത്തും. അപ്പം നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കും. അപ്പം ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും ചേർക്കും. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി, കായം ഞാൻ ഏറെ ചേർത്തിട്ടുണ്ട്, എങ്കിലും നമുക്ക് ഈ പൊടിയിൽ ഒരു ശകലവും കൂടെ ചേർക്കും. ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഈന്തപ്പഴ അച്ചാർ കൂട്ടിക്കൊണ്ടിരിക്കാൻ തോന്നും. ഇത് നല്ല ടേസ്റ്റാണ്. അതും ആ നാരങ്ങയും ഇച്ചിരി കുറച്ച് വെളുത്തുള്ളിയുടെ ഒക്കെ അവിടെ എണ്ണയ്ക്കകത്തല്ലായിരുന്നു, നമ്മൾ റിഫൈൻഡ് ഓയിൽ ഇച്ചിരി ഒഴിച്ചുള്ളൂ. എപ്പോഴും നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതായി ഏറ്റവും ടേസ്റ്റ്. അപ്പം ഞാൻ കുറച്ച് വിനെഗർ കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അത്രയേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ കുപ്പി അങ്ങ് കാര്യമാണ്. എന്നിട്ട് നമ്മുടെ ഈ ഗ്ലാസ് കുപ്പി ഇല്ലേ, നമ്മൾ അല്ലാത്ത അതിൽ പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വെക്കല്ലേ, നമ്മുടെ ഈ ഗ്ലാസിൻ്റെ കുപ്പികളുടെ ഞാനിപ്പോൾ ഇത് ആറുന്നിടം വരെ ഈ അലൂമിനിയം പാത്രത്തിൽ എല്ലാവരും പറയും അച്ചാറൊന്നും ഇടാൻ കൊള്ളത്തില്ല ഇരുമ്പ് പാത്രത്തിലോ മറ്റേതിലോ. അപ്പോൾ എനിക്ക് ഒരു ഇരുമ്പിൻ്റെ ഉണ്ട്, പക്ഷേ അത് ഞാൻ തേച്ച് മെഴുകി ഇനിയും അതെല്ലാം എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലങ്ങനെ. അപ്പം നമ്മുടെ നല്ല അടിപൊളി അച്ചാറാണ്. ഞാനിത് ഒത്തിരി വട്ടം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് കൂടുതലും നമുക്ക് കഴിക്കാം ബിരിയാണിയുടെ കൂടെ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇവിടെ
അപ്പോൾ ഈ അച്ചാർ നമ്മൾ വെച്ചാൽ കുറച്ച് ദിവസം നമുക്ക് ഇരിക്കുമല്ലോ. നമ്മളിപ്പം എത്രയും എള്ളെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ്, നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും അച്ചാർ കേടാവാതെ ഇരിക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ നല്ല നല്ല രസമാണ് ഈ അച്ചാർ. അപ്പോൾ ഇന്ന് എനിക്ക് വേറെ ഒരു കൂട്ടാനുണ്ട്. ഞാൻ ചീര ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം അരിഞ്ഞ് വീർക്കണം. അരിഞ്ഞ് വീർക്കി ഞാൻ ചീര അവിയെല്ലാം കൊണ്ട് അരിയാൻ പോവാണ്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഈന്തപ്പഴം, നാരങ്ങ, കുറച്ച് വെളുത്തുള്ളി എത്രയും ചേർക്കുന്നത് നമുക്കല്ലേ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർത്തോ, അപ്പം നല്ലത്. ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാം ചേർത്ത് വെക്കാം. നമ്മുടെ ക്യാരറ്റ് ഒക്കെ ചേർക്കാം ഇതിനകത്ത്. അപ്പം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പിന്നെ ഈന്തപ്പഴവും നാരങ്ങയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ വെച്ചിട്ടുള്ള അച്ചാറായി നല്ലതാണ്. അപ്പം നമുക്ക് ഒരു ശകലം കഞ്ഞിയുടെ കൂടെ ഒക്കെ കുടിക്കണമെങ്കിലും കുടിക്കാം. ഒരു മധുരമുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കായം കണ്ടിക്കാതെ പൊടിക്കാതെ അതിനകത്ത് തന്നെ ഇട്ടേക്ക് വരും. അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് കമൻ്റൊക്കെ ഇടണേ. ഓക്കെ, ബൈ.